ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ കണക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 455 തുല്യമായത് ടിക്ക് ചെയ്യാം. ബി ആണ് അതിൻ്റെ ആൻസർ. 4 നൂറുകളും 55 പത്തുകളും 455. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. രാജശ്രീ വീടുകൾക്ക് നമ്പറുകൾ ക്രമമായി പതിക്കുകയാണ്. എങ്ങനെയാവും പതിച്ചിട്ടുണ്ടാവുക? ചുവടെയുള്ള വീടുകൾക്ക് നമ്പർ ക്രമമായി എഴുതുക. വീട് നമ്പറുകൾ 315, 307, 379, 368, 357. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം 307, പിന്നെ 315, പിന്നെ 357, പിന്നെ 368, 379 ഈ രീതിയിൽ എഴുതണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1-ാം വാർഡിൽ 232 മുതൽ 246 വരെയും 2-ാം വാർഡിൽ 179 മുതൽ 192 വരെയും വീട് നമ്പറുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. കൂടുതൽ കാർഡുകൾ ആവശ്യമായി വരിക ഏത് വാർഡിലാണെന്നാണ് ചോദ്യം. 1-ാം വാർഡിലെ കാർഡുകളുടെ എണ്ണം കണ്ടെത്തിയ രീതി. 2-ാം വാർഡിലെ കാർഡുകളുടെ എണ്ണം കണ്ടെത്തിയ രീതി. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 1-ാം വാർഡിലെ കണ്ടെത്തുന്നത് എങ്ങനെ? 246 മൈനസ് 232. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? 14 എന്ന് ആൻസർ കിട്ടും. ഓക്കെ. 1-ാം വാർഡിൽ. 2-ാം വാർഡിലാവുമ്പോൾ 192 മൈനസ് 179. അതിൻ്റെ ആൻസർ നമുക്ക് 13 കിട്ടും. ഓക്കെ. അപ്പോൾ 1-ാം വാർഡിലെ കാർഡുകളുടെ എണ്ണം എത്രയാണ്? 14. 2-ാം വാർഡിൽ 13. എണ്ണം കണ്ടെത്തിയ രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. മനസ്സിലായല്ലോ? നമ്മൾ കുറച്ച് നോക്കിയാണ് ഇതിൻ്റെ എണ്ണം കണ്ടെത്തിയത്. ഓക്കെ. അപ്പോൾ കൂടുതൽ കാർഡുകൾ ആവശ്യമായ വാർഡ് ഏതാണ്? 1-ാം വാർഡ് അല്ലേ? 1-ാം വാർഡാണ്. ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജശ്രീക്ക് ഒരു ദിവസത്തെ പ്രതിഫലമായി ലഭിച്ച നോട്ടുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലഭിച്ച തുക അക്കത്തിൽ എഴുതണം, അക്ഷരത്തിലും എഴുതണം. ഓക്കെ. അപ്പം നമുക്കത് എഴുതി നോക്കാം. 200ൻ്റെ 2 നോട്ടുകൾ കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പം 2 200, പിന്നെ ഒരു 100. ഇപ്പോൾ 2 200 കിട്ടി, പിന്നെ ഒരു 100 കിട്ടി, പിന്നെ ഒരു 50, പിന്നീട് ഒരു 10. ഇത് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടും? 560. ഓക്കെ. അപ്പം അക്കത്തിൽ നമ്മൾ എഴുതുമ്പോൾ 560 എന്ന് എഴുതണം. ഇനി അക്ഷരത്തിൽ എഴുതുമ്പോഴോ 500 560. ഓക്കെ. മനസ്സിലായല്ലോ? 200, 200, 100, 50, 10, 560. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാബു വായ്പയുടെ തിരിച്ചടവിനായി 1000 രൂപ ബാങ്കിൽ നൽകിയപ്പോൾ 455 രൂപ തിരിച്ചു കിട്ടി. ഏതെല്ലാം നോട്ടുകൾ കിട്ടിയിരിക്കും? ചുവടെ തന്നിരിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ച് എഴുതുക. എല്ലാ നോട്ടും ഉപയോഗിക്കണമെന്നില്ല. അപ്പം നമുക്ക് 455 രൂപയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 200ൻ്റെ 2 നോട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി? 400 അല്ലേ? ഓക്കെ. ഇനി അതിലേക്ക് എത്ര വേണം? ഒരു 50ൻ്റെ ഒരു നോട്ട്. അപ്പം 450. പിന്നീട് 5 രൂപയുടെ ഒരു നോട്ട്. അപ്പോൾ എത്രയായി? 455. ഓക്കെ. ഇത് ആദ്യത്തേത്. രണ്ടാമത്തേത് നമുക്ക് എങ്ങനെ എഴുതാം? 100 രൂപയുടെ 4 നോട്ടായിട്ടുണ്ടെങ്കിൽ എത്രയായി? 100, 100, 100, 100, 400 രൂപ. ഓക്കെ. 400 രൂപയായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? 50 രൂപയുടെ ഒരു നോട്ട്, പിന്നീട് 5 രൂപയുടെ ഒരു നോട്ട്. അപ്പോൾ ഇത് 50 രൂപയുടെ ഒരു നോട്ട്, 5 രൂപയുടെ ഒരു നോട്ട്. അപ്പം 455. ഓക്കെ. അടുത്തത് എങ്ങനെ എഴുതാം? 200 രൂപയുടെ ഒരു നോട്ട്, 200 രൂപയുടെ ഒരു നോട്ട്. പിന്നെയോ 100 രൂപയുടെ ഒരു നോട്ട്. ഓക്കെ.
അപ്പോൾ അടുത്തത് 100 രൂപയുടെ ഒരു നോട്ട്. ഇപ്പോൾ എത്രയായി? 300 രൂപയായി അല്ലേ? 50 രൂപയുടെ 3 നോട്ട്. 50 രൂപയുടെ നോട്ട് എന്ന് പറയുമ്പോൾ 150 അല്ലേ? 150. പിന്നീട് 5 രൂപയുടെ ഒരു നോട്ട്. 5 രൂപയുടെ ഒരു നോട്ട്. 5 5 455 കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ക്രിയ. നിങ്ങളത് നോട്ട്ബുക്കിൽ എഴുതി മനസ്സിലാക്കി പഠിക്കണം. കേട്ടല്ലോ? 455 രൂപയാണ് ഇപ്പം നമുക്ക് വേണ്ടത്. നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തതൊരു എളുപ്പമായിട്ടുള്ള പ്രവർത്തനമാണ്. 587-നും 598-നും ഇടയിൽ പെടാത്ത സംഖ്യ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. 586 അല്ലേ? 87-നും 98-നും ഇടയിൽ പെടാത്ത സംഖ്യ 586. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ പ്രവേശനോത്സവത്തിന് 1-ാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം ലഭിച്ച കുട്ടികൾക്ക് 245 രൂപ വിലയുള്ള ബാഗും 210 രൂപ വിലയുള്ള കുടയും പഞ്ചായത്ത് നൽകുന്നു. ഇതിനായി ഒരു കുട്ടിക്ക് എത്ര രൂപയാണ് ചിലവഴിക്കുന്നത്? ചുവടെ നൽകിയിട്ടുള്ള ക്രിയകളിൽ ഏതെല്ലാമാണ് ശരി? ഓക്കെ, അപ്പം ആദ്യം തന്നെ 245 രൂപയും പിന്നെ എത്ര രൂപയാണ് ചിലവഴിക്കുന്നത്? 210 രൂപയാണ് ചിലവഴിക്കുന്നത്. അപ്പം മുഴുവൻ എത്ര രൂപ ചിലവഴിക്കുന്നുണ്ട്? 455 രൂപ ചിലവഴിക്കുന്നുണ്ട്. ഇനി ഈ ക്രിയകൾ നോക്കാം, ചെയ്തത് ഏതാണ് ശരിയെന്ന്. ഓക്കെ, അപ്പോൾ നോക്കൂ. 455 455 അല്ലേ? ഇത് ശരിയാണ്. ഒന്നാമത്തെ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ഉത്തരം ശരിയാണോ? അടുത്ത കണക്ക് ശരിയാണോ? 245-ഉം 210-ഉം കൂട്ടിയിട്ട് കിട്ടിയ ഉത്തരം ശരിയാണോ? അടുത്തതോ? അടുത്തത് കൂട്ടുന്നത് ശരിയാണോ? അടുത്തത് നോക്കൂ. 245 കൂട്ടണം 210 455. അപ്പം നമുക്ക് 1-ഉം 4-ഉം ശരിയാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങിൽ 575 പേരെയാണ് പങ്കെടുപ്പിക്കുന്നത്. സ്കൂളിൽ 350 കസേരകളുണ്ട്. എല്ലാവർക്കും ഇരിപ്പിടം ക്രമീകരിക്കുന്നതിന് ഇനി എത്ര കസേരകൾ കൂടി വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര പേരാണുള്ളത്? 575 പേര് അല്ലേ? അപ്പം നമുക്കിത് കുറച്ച് നോക്കിയാൽ മതി. 575-ൽ നിന്നും 350 കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? എത്ര കിട്ടും? 5 2 2 അല്ലേ? 225. എല്ലാവർക്കും ഇരിപ്പിടം ക്രമീകരിക്കുന്നതിന് ഇനി 255 കസേരകൾ കൂടി വേണം അല്ലേ? ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം, കാർഡുകൾ ഒരു പ്രത്യേക പാറ്റേണിൽ ക്രമീകരിച്ചാണ് കാർഡുകളി നടക്കുന്നത്. 3 ഗ്രൂപ്പുകൾ കാർഡുകൾ ക്രമീകരിച്ചത് നോക്കൂ. തുടർന്ന് വരുന്ന കാർഡിലെ സംഖ്യകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ പാറ്റേൺ പൂർത്തീകരിക്കണം. ആദ്യം 350 360 370. അപ്പം ഇനി അടുത്തത് എത്ര വരും? ഇതിൽ 10 10 കൂടിപ്പോകുന്നത് അല്ലേ? അപ്പം അടുത്തത് 380 വരും. ഇനി അടുത്ത ഗ്രൂപ്പോ? 515 520 525. അടുത്തത് 530 അല്ലേ? 525-നോട് നമ്മൾ എന്ത് ചേർക്കണം? 5 കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 530 കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്തതോ? 613 713 813. അടുത്തത് കണ്ടോ? ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്ത കളി ഡൈസിലെ അക്ക ഉപയോഗിച്ച് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നിർമ്മിക്കുകയായിരുന്നു. 1-ാം ഗ്രൂപ്പ് ഡൈസ് കളിച്ചപ്പോൾ കിട്ടിയ സംഖ്യകൾ നോക്കൂ. 534 കിട്ടി അല്ലേ? അപ്പോൾ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 5 3 4 ഈ സംഖ്യകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപയോഗിച്ച് ഇനി ഏറ്റവും വലിയ സംഖ്യ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. 543 ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? 345. ഓക്കെ, വലിയ സംഖ്യ 543, ചെറിയ സംഖ്യ 345. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം, സേതു 770 രൂപ നൽകി ഏത്തക്കുലകൾ വാങ്ങി. ഓരോ ദിവസവും വിറ്റ് കിട്ടിയ തുക പ്രത്യേകം എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ ഉണ്ട് 100 എത്ര 100 രൂപ നോട്ടുകൾ കിട്ടി, എത്ര 50 രൂപ നോട്ടുകൾ കിട്ടി, 10 രൂപ എത്ര കിട്ടി എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം 1-ാം ദിവസം ലഭിച്ച നോട്ടുകളുടെ എണ്ണമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാകും അന്നത്തെ ദിവസം? 3 100 രൂപയുടെ നോട്ടുകൾ കിട്ടി അല്ലേ? പിന്നെ 50 രൂപയുടെ 3 നോട്ടുകൾ കിട്ടി, അപ്പോൾ 150. പിന്നെയോ 7 രൂപയുടെ 10 നോട്ടുകൾ കിട്ടി, അപ്പോൾ 70. അപ്പം നമുക്ക് എത്ര ഉത്തരം കിട്ടും? 520 ഉത്തരം കിട്ടും. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ ദിവസം 520 രൂപ. ഇനി രണ്ടാമത്തെ ദിവസം ആകുമ്പോഴോ 100 രൂപ നോട്ടുകൾ 2 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. 100 രൂപ എന്ന് പറഞ്ഞാൽ 200. ഓക്കെ, 50 രൂപയുടെ 2 നോട്ടുകൾ, അപ്പോൾ അത് 100. പിന്നെയോ നാണയങ്ങൾ എത്ര കിട്ടി? 10 രൂപയുടെ 5 നോട്ടുകൾ കിട്ടി, അപ്പം 50. ഓക്കെ, അപ്പം ടോട്ടല് 350 രൂപ രണ്ടാം ദിവസം. അപ്പോൾ ആദ്യ ദിവസം 520 എന്ന് കിട്ടി, രണ്ടാം ദിവസം 350 കിട്ടി. ഓക്കെ, ആദ്യ ദിവസം 520, രണ്ടാമത്തെ ദിവസം 350. ഇനി രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? ആകെ നമുക്ക് എത്ര കിട്ടും? 0, 7, 8, 870 അല്ലേ? ആകെ 870. സേതു എത്ര രൂപയാണ് നൽകിയത്? 770 രൂപ നൽകിയിട്ടാണ് ഏത്തക്കുലകൾ മേടിച്ചത് അല്ലേ? കച്ചവടത്തിൽ എത്ര രൂപയാണ് അധികം ലഭിച്ചത്? അപ്പം നമുക്ക് കിട്ടിയ തുക 870 കുറയ്ക്കണം. സേതു മേടിച്ച തുക എത്രയാണ്? 770. അപ്പം എത്ര കിട്ടും? 100 രൂപ അധികം കിട്ടിയല്ലേ? അധികം ലഭിച്ച തുക 100. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. രാജുവിൻ്റെ കൈവശം ഉള്ള ലൈബ്രറി ബുക്കിൽ 289 തൊട്ടടുത്ത പേജ് നഷ്ടപ്പെട്ടു. ആ പേജിൻ്റെ നമ്പറിന് നേരെ ടിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജ് എന്ന് പറയുമ്പം 289 കഴിഞ്ഞാൽ എത്രയായിരിക്കും? 289 കഴിഞ്ഞത്, തൊട്ടടുത്ത പേജ്. അപ്പോൾ 290 അല്ലേ? അപ്പോൾ 290 ബി കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഓക്കെ, സ്കൂൾ ലൈബ്രറിയിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മനു 375 രൂപയും രാജു 213 രൂപയും അവരുടെ സ്കോളർഷിപ്പ് തുകയിൽ നിന്നും നൽകി. ആകെ നൽകിയ തുക എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം മനു എത്ര രൂപ നൽകി, അതുപോലെ തന്നെ രാജു എത്ര രൂപ നൽകി എന്നുള്ളത് നമ്മൾ കൂട്ടണം. 375 കൂട്ടണം 213, അപ്പോൾ എത്ര കിട്ടും? 588. ഓക്കെ, ആകെ കിട്ടിയ തുക 588. മനസ്സിലായല്ലോ? ഇനി അടുത്തതോ, പുസ്തകങ്ങൾ വാങ്ങാൻ 698 രൂപ വേണമെങ്കിൽ ഇനി എത്ര രൂപ കൂടി വേണം? അപ്പം നമുക്ക് ആകെ ഉള്ളത് ഇപ്പോൾ 588 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. പുസ്തകങ്ങൾ വാങ്ങാൻ 698 രൂപ വേണം. അപ്പം 698 നമ്മൾ എന്ത് ചെയ്യണം? 588 രൂപ കുറയ്ക്കണം. അപ്പം നമുക്ക് എന്തുത്തരം കിട്ടും? 110 രൂപ കൂടെ ഇനി നമുക്ക് വേണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളെ കണക്ക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ്. അപ്പം നന്നായിട്ടിരുന്ന് പഠിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.